ഏത് മാർക്കറ്റിലും നിങ്ങളുടെ വാലിസ്റ്റിൽ കാണേണ്ട 5 സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. സോ ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, നമ്മൾ Eqtfxന് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. Eqtfx ട്രെൻഡ്സ് എന്നുള്ളതാണ് എക്സ്റ്റൻഷൻ്റെ പേര്. എക്സ്റ്റൻഷൻ എന്തിനാണ് ഫോക്കസ്ഡ്? ഈ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് ഞാൻ ധാരാളം സ്മോൾ ക്യാപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ്, റിസൾട്ട് വീഡിയോസ് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 സ്മോൾ ക്യാപ്സിൻ്റെ ഡീറ്റെയിൽ, ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന ഡീറ്റെയിൽ എൻ്റെ കയ്യിൽ കിട്ടുവാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു 40-50 നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. Eqtfx ട്രെൻഡ്സിൽ എത്ര സ്മോൾ ക്യാപ്സിൻ്റെ ബെസ്റ്റ് റിസൾട്ടാണ് സ്മോൾ ക്യാപ്സിൻ്റെ ഡീറ്റെയിൽ എൻ്റെ കയ്യിൽ കിട്ടുന്നുവോ അത്രയും ഞാൻ ട്രെൻഡ്സിൽ വീഡിയോസ് ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് എന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള വീഡിയോസ്, അതിനോടൊപ്പം തന്നെ നല്ല റിസൾട്ട് വരുന്ന ലാർജ് ക്യാപ്പ്, നല്ല റിസൾട്ട് വരുന്ന മിഡ് ക്യാപ്പ്, ഈവൻ മൈക്രോ ക്യാപ്പ് പോലും. ഇതാണ് 90% ഓഫ് നമ്മുടെ ഓറിയൻറ്റേഷൻ Eqtfx ട്രെൻഡ്സ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ. ബാക്കി 10% നമുക്ക് പഠിക്കാനുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാം, സ്പെസിഫിക് സ്റ്റോക്ക് അനാലിസിസിനെ കുറിച്ച് സംസാരിക്കും, സ്പെസിഫിക് എഡ്യൂക്കേഷൻ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും, വീക്ക്ലി സ്നിപ്പെറ്റ്സ് ഷെയർ ചെയ്യാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ആ ഒരു സ്ട്രീം ലൈൻ എത്താനായിട്ടുള്ളൊരു സമയം എടുക്കും ശരിക്കും. സോ ജോയിനിങ് ബട്ടൺ ഓൾറെഡി നമ്മളുടെ ചാനലിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും താങ്കൾക്ക് സ്വാഗതം. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മളെല്ലാം സാധാരണ വിചാരിക്കുന്നത് ഏറ്റവും ഒരു റിസ്ക് ഫ്രീ അല്ല റിസ്ക് കുറഞ്ഞുള്ള ഇൻഡസ്ട്രിയാണ് IT, ഫാമ എന്നൊക്കെയുള്ള വിചാരത്തിലാണ് നമ്മളൊക്കെ കുറേ നാൾ വർക്ക് ചെയ്യുന്നത്. ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം IT-ലും ഫാമയിലുമൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള കറക്ഷൻസ് വർക്ക് വരുന്നത് നമ്മൾ കണ്ടല്ലേ. ഒരുപാട് എല്ലാ സെക്ടറും താഴെ പോയ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷേ ഈ ഒരു തകർച്ചയ്ക്കുള്ളിലും അല്പം പോലും തലകുനിക്കാതെ ഏറ്റവും സിംഗിളായിട്ടുള്ള സെക്ടറാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൊടുത്തൊരു സെക്ടറാണ് ഡിഫൻസ്. നമ്മുടെ രാജ്യം വേൾഡിലെ ടോപ്പ് ഡിഫൻസ് കൺട്രീസിൽ ഒന്നാണ്, ടോപ്പ് 5 കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ലോകത്തിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന US-ലെ കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും $117 ബില്യൺ. അതിന് എഗൻസ്റ്റായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് നമ്മൾ പറയുന്ന HALൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ മീഗറാണ്. ഇറ്റ് ഈസ് സംതിങ് അറൗണ്ട് 1.26 ട്രില്യൺ റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ടിൽ ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്കെല്ലാം വളരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് വരും വർഷങ്ങളിൽ. നമ്മളുടെ ഡിഫൻസ് ബഡ്ജറ്റ് വരുന്നത് $2.1 ബില്യൺ ആണ് ശരിക്കും. അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 35,000 കോടി രൂപയാണ് നമ്മൾ എക്സ്പോർട്സിന് പ്ലാൻ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രിയുടെ ധാരാളമായിട്ടുള്ള വാർ എക്യുപ്മെൻറ്റ്സിനെ ലോകത്തിലുള്ള പല കൺട്രീസും സ്വാഗതം ചെയ്യാൻ തുടങ്ങി, ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് വലിയൊരു സ്റ്റെപ്പാണ് ഡിഫൻസിൽ. ഇതിനോടൊപ്പം തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രോസസ്സിൽ ഗവൺമെൻറ് കൂടുതലായിട്ടും ലോക്കൽ മെയ്ഡായിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിലേക്ക്, അതിൻ്റെ പർച്ചേസിലേക്ക് കൂടുതലായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയിൽ 2 തീംസാണ്, ഒന്ന് എയ്റോസ്പേസും ഡിഫൻസും ഗവൺമെൻറ് ഫോക്കസ്ഡ് ആയിട്ട്. ഇത് രണ്ടും ഈ കമ്പനികളുടെ വളർച്ചയിൽ നിയർ ഫ്യൂച്ചറിലും ഫാർ ഫ്യൂച്ചറിലും സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉതകുന്ന 2 ക്രിട്ടിക്കൽ ഘടകങ്ങളാണ്. ഇപ്പം ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്സ് 1.6 ബില്യൺ ആയി കഴിഞ്ഞു സോ ഫാർ. ഇമ്പോർട്ട്സ് 11% ഡൗൺ ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ധാരാളം ലോക്കൽ കമ്പനികൾക്ക് കണ്ടമാനം ഓർഡർ, കൈ നിറയെ ഓർഡറാണ് കിട്ടുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ കൂടെ കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ഗ്രോത്തിനെ സംബന്ധിച്ച് ദർസ് ഹ്യൂജ് സ്കോപ്പാണ് മുമ്പിൽ കാണുന്നത്, നിയർ ഫ്യൂച്ചറും ഫാർ ഫ്യൂച്ചറും. നമ്മൾ മിലിറ്ററിയിലെ വേൾഡിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് 5-ൽ ഒന്നാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്സും ആ ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഓവർ എ പീരീഡ് ഓഫ് നെക്സ്റ്റ് 5 years 10 years നോക്കാൻ നേരത്ത്. ഏണിങ്സ് പൊട്ടൻഷ്യൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലാണല്ലേ ശരിക്കും. ഏണിങ്സ് പൊട്ടൻഷ്യലും ഏണിംഗ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി കമ്പനികൾക്ക് ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിനെ കൂടുതൽ ഫോക്കസ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 2013-14 എക്സ്പോർട്സ് ഡേറ്റ അല്ല കഴിഞ്ഞ പോലത്തെ എക്സ്പോർട്ട് ഡേറ്റ. അത് ഭയങ്കര ഹ്യൂജായിട്ട് ഷോട്ടപ്പ് ചെയ്തു. മോർ ദാൻ 8 times 10 times ഷോട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം ഗ്രോത്താണ് ആ ഒരു ഇൻഡസ്ട്രിക്ക് വന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട 5 കമ്പനികളാണ് നിങ്ങളുടെ ഏത് ലിസ്റ്റിലും നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട കമ്പനികൾ ശരിക്കും. ഈ കമ്പനികളെ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ട്രേഡ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യാവുള്ളൂ. ഞാൻ ജസ്റ്റ് വാർ ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട 5 കമ്പനികൾ എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് കമ്പനികളിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ ഓഫ് യു ടു Eqtfx ട്രെൻഡ്സ്. നമ്മളുടെ മെയിൻ ഫോക്കസ് എക്സ്ക്ലൂസീവ് റിസൾട്ട് വീഡിയോസ് ഓൺ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ആൻഡ് മൈക്രോ ക്യാപ്പ് ആണ്.
90% ഫോക്കസ് ഓറിയന്റേഷൻ ഈ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിലാണ്. ഇതുകൂടാതെ തന്നെ സ്റ്റോക്ക് ലൈൻ ഫോർ ദ മന്ത്, സ്റ്റോക്സ് ലൈൻ ഫോർ ദി ഷോർട്ട് ടൈം, വീക്ക്ലി സ്നിപ്പെറ്റ്സ്, മോർ സ്പെസിഫിക് ലേണിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച Eqtfx ട്രെൻഡ്സിൽ പബ്ലിഷ് ചെയ്ത വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ആണ്. ജസ്റ്റ് ഹെഡിങ്സ് മാത്രമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ലേണിംഗ് സ്റ്റോക്സ് ഫോർ ഷോർട്ട് ടൈം, അടുത്ത വീഡിയോ ഒരു ഇൻട്രാഡേ ഓപ്ഷന് വേണ്ടിയുള്ള ഒരു എക്സലന്റ് ഇൻഡിക്കേറ്റർ പ്ലസ് സ്ട്രാറ്റജിയാണ്. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്, ചെറിയ വീഡിയോ ആണ് ശരിക്കും. നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച, ദാറ്റ് മീൻസ് 9th നൈറ്റിലെ Eqtfx ട്രെൻഡ്സിലെ മെമ്പേഴ്സിന് ഒരു ചെറിയ ലേണിംഗ്, ഒരു ഇൻപുട്ടിന്റെ ഒരു ചെറിയ സൂം ക്ലാസ് സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി സ്നിപ്പെറ്റ്സിന്റെ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ Eqtfx ചാനലിൽ പോയാൽ തന്നെ ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ജോയിൻ ബട്ടൺ ഓൾറെഡി ഉണ്ട്. ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാം. ഇനി ജോയിൻ ബട്ടൺ ഇല്ല, നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് Eqtfx ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പനി HAL ആണ്. HALന് പ്രത്യേകിച്ചൊരു ആധികാരമായിട്ട് മുഖവരിയുടെ ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഫേസ് ആണ്, ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ഫേസ് ആണ് HAL. HALിലേക്ക് നമുക്ക് കിടക്കാം. സോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,25,713 കോടി. ലേറ്റസ്റ്റ് പ്രൈസ് 3,760 റുപ്പീസ് ആണ്. ബുക്ക് വാല്യൂ 703 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ബ്യൂട്ടിഫുൾ ആണ്. 30%, 27.2% ശരിക്കും. സോ ഈ ഗവൺമെന്റ് കമ്പനിയാണ്. ഡെപ്റ്റ് ഇല്ല, ഡെപ്റ്റ് ഇക്വിറ്റി 0. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 1.96 നെഗ്ലിജിബിൾ ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ ശരിക്കും. പ്ലെഡ്ജ് പെർസെൻറ്റേജ് ഒന്നുമില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് 71.6 ആണുള്ളത്. ഈ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഓൺ, ഈ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിഗേഴ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. P&L അക്കൗണ്ടാണ്. ഓരോ കൊല്ലത്തെയും സെയിൽസിലുള്ള വ്യത്യാസം വരുന്നത് നോക്കാം. 17,000 നിന്നും 18,000ആയി, 20,000ആയി, 21, 22, 24, 26. ഫാസ്റ്റ് ആയിട്ട് ഓൺ ആൻ ആവറേജ് സംതിങ് അറൗണ്ട് 10% ഗ്രോത്ത് ആണ് വരുന്നത് അല്ലേ ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കൂ, 3,560 നിന്നും 4,569, 4,880, 5,341, 5,420 നിന്നും ഈ കഴിഞ്ഞ 2022-23 6,663 ഹ്യൂജ്ലി ഷോർട്ട് അപ്പ് ചെയ്തു. ബെസ്റ്റ് ഇൻ ദ ക്ലാസ് OPM, ഓപ്പറേറ്റിംഗ് പെർസെൻറ്റേജ്. അതിനങ്ങ് കൂടെ കഴിയുമ്പോഴത്തേക്കും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം 5,086 ആയിരുന്നെങ്കിൽ ഇക്കൊല്ലം സംതിങ് അറൌണ്ട് 16% ഗ്രോത്ത് ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. 5,911 കോടിയായിട്ട് ഷോർട്ട് അപ്പ് ചെയ്തു. ആൻഡ് ബെസ്റ്റ് ഇൻ ദ ക്ലാസ് ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ആണ്. റിസർവ് 18,930 23,172 ആയി. 4,000 കോടിയാണ് റിസർവിലെ റിട്ടൈൻഡ് ഏർണിംഗ്സിൽ 4,000 കോടിയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ ലൈബിലിറ്റി 40,871 നിന്നും 43,609 ആയി. ഫിക്സഡ് അസറ്റ് 675 8,075 ആയി. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 2472 നിന്നും 636 ആയി. ഇൻവെസ്റ്റ്മെന്റ് 1,294 നിന്നും 1,385 ആയി. അതർ അസറ്റ്സിലെ 8,000 കോടിയുടെ വർധനമാണ് വന്നിരിക്കുന്നത്. 49,659 നിന്നും 57,021 കോടി രൂപ. അടുത്ത കമ്പനി മാസ്ഗോണ്ടോക്ക് ആണ്. വൺ ഓഫ് ദി മെയിൻ ഷിപ്പ് ബിൽഡേഴ്സ് ആണ് ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ. മാസ്ഗോണ്ടോക്ക് മാർക്കറ്റ് ക്യാപ് 26,676 കോടി രൂപ. അതിന്റെ കറന്റ് പ്രൈസ് 1,323 രൂപ. സ്റ്റോക്കിന്റെ സ്റ്റോക്ക് പി 24.9 ഉള്ളൂ. ഇൻഡസ്ട്രി പി 25.6 ഉണ്ട്. ഇപ്പോഴും ഇൻഡസ്ട്രി പേക്കാളും താഴെയാണ് സ്റ്റോക്ക് പി ഉള്ളത്. ആൻഡ് എക്സലന്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും എക്സലന്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയുമാണ്. 38.2, 28.6. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് 84.8. ഗവൺമെന്റ് കമ്പനിയാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. P&L അക്കൗണ്ട് നോക്ക്. കഴിഞ്ഞ സെയിൽസിൽ 4,905 നിന്നും 7,827 കോടിയായി 2020 നിന്നും 2023 ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സം 80%, 85% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 261,798. 5 കൊല്ലത്തിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്ന വ്യത്യാസം ഓൾമോസ്റ്റ് 3 times ആണ് അല്ലേ. ഹ്യൂജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. നോ പേ മാർജിൻ ഇസ് ഹൈയസ്റ്റ് ഇൻ ദ ക്ലാസ് 10%. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് കഴിഞ്ഞ 3 കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് എടുത്താൽ 480, 586, 1072. 2 കൊല്ലം കൂടെ നെറ്റ് പ്രോഫിറ്റ് 2x മുകളിൽ നെറ്റ് പ്രോഫിറ്റ് കൊടുത്ത കമ്പനിയാണ്. ഇത് ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. റിസർവ് 3,120 നിന്നും 3,976. ബൊറോയിങ്സ് 12 കോടിയിൽ നിന്നും 6 കോടിയായിട്ട് കുറഞ്ഞു. ഫിക്സഡ് അസറ്റ് 965 നിന്നും 1,024. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 87 to 62. ആൻഡ് അതർ അസറ്റ്സ് 28,000 കോടിയിൽ നിന്നും ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. 28,179 and 27,789. അടുത്ത കമ്പനി BEL ആണ്. മുഖപുര ആവശ്യമില്ലാത്ത കമ്പനിയാണ് BEL. മാർക്കറ്റ് ക്യാപ്പ് 90,678 crores. സ്റ്റോക്ക് പി 30.4 അഗൻസ്റ്റ് ഇൻഡസ്ട്രി ബി
55.3. ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനി, കടവില്ലാത്ത കമ്പനി, ഗവൺമെന്റ് കമ്പനിയാണ്, കടവില്ലാത്ത കമ്പനിയാണ്. ഈ കമ്പനിയുടെ P&L അക്കൗണ്ട് നോക്ക്. സെയിൽസ് 2020 11,968 കോടിയിൽ നിന്നാണ് കൺസിസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് ആണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 2,759, 3,214, 3,344 ആൻഡ് 4,086. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് 4 കൊല്ലം നോക്കിയാൽ 1,825, 2,100, 2,400 ആൻഡ് 2,986. ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ്. റിസർവ് 19,042 നിന്നും 13,131 കോടിയായി. ബോറോയിൻസ് ഇല്ല, 0 ആയി. 53 കോടി എന്നുള്ള 0 ആയി കഴിഞ്ഞു. ആൻഡ് ഫിക്സഡ് അസറ്റ് 2,675, 3,457 ആയി. സംതിങ് അറൌണ്ട് 35% ഗ്രോത്ത് ആണ് ഫിക്സഡ് അസറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് അതർ അസറ്റ് 28,659 നിന്നും 31,473 കോടിയായിട്ട് ഷോർട്ട് അപ്പ് ചെയ്തു. നെക്സ്റ്റ് കമ്പനി, ഫോർത്ത് കമ്പനി ഭാരത് ഡൈനാമിക്സ് ആണ്. കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് ഓൺ ആൻ ആവറേജ് അല്പം വീക്ക് ആയിരുന്നു. വരും കൊല്ലങ്ങളിൽ അത് ബെറ്റർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ക്യാപ്പ് 20,216 കോടി, സ്റ്റോക്ക് P 57.4 ആൻഡ് ഇൻഡസ്ട്രി B 30.7. ബിക്കോസ് കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് വാസ് സ്ലൈറ്റ്ലി ഡൗൺ ആയിരുന്നു. 19.2 EPS ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പെർഫോമൻസ് നോക്ക്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 727 നിന്നും നല്ലവണ്ണം താന്നു, 408 കോടിയായിട്ട് താന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ ഓർഡർ വർക്ക് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. നമുക്ക് ഗവൺമെന്റ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള 500 എന്നുള്ളത് 352 ആയിട്ട് കുറഞ്ഞു. ബിക്കോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 727 നിന്നും 408 കുറഞ്ഞതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് 500 നിന്നും 352 ആയിട്ട് കുറഞ്ഞത്. ശരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഒരല്പം ഡിപ്പ് വന്നു. 26% എന്നുള്ളത് 16% ആയിട്ട് കുറഞ്ഞു. ഓൺ ആൻ ആവറേജ് അവർ 600-700 crores മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിൻ്റെ അകത്തുനിന്നാണ് 400 കോടിയായിട്ടൊന്ന് ഡിപ്പ് വന്ന് കഴിഞ്ഞ കൊല്ലം. ബാലൻസ് ഷീറ്റ്. റിസർവ് 2,847 നിന്നും 3,028 കോടി. ആൻഡ് ഫിക്സഡ് അസറ്റ് 874 നിന്നും 809 സ്റ്റേബിൾ ആണ്. ആൻഡ് അതർ അസറ്റ് 571 നിന്നും ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്ത് 7,290 കോടിയായി മാറി. ലാസ്റ്റ് കമ്പനി ഡാറ്റ പാറ്റേൺസ് ആണ്. ഇത് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള കമ്പനിയല്ല. ഇറ്റ്സ് വേറെ ലിമിറ്റഡ് കമ്പനിയാണ്. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക് സൊല്യൂഷൻസ് കമ്പനിയാണ്. ഡാറ്റ പാറ്റേൺസ് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ് 10,624, സ്റ്റോക്ക് P 85.7, എഗൻസ്റ്റ് ഇൻഡസ്ട്രി 55.3. വാല്യൂ സോണിൽ നിന്നും അല്പം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു PE ആണ് നമ്മൾ കാണുന്നത്. എക്സലന്റ് ROC, എക്സലന്റ് ROE ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ C. ഡെപ്റ്റ് ഈസ് നെഗ്ലിജിബിൾ ഡെപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ കമ്പനിക്ക്. P&L അക്കൗണ്ട് ആണ് 224, 311, 453. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ 4 കൊല്ലത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്തു നോക്കൂ. 43 കോടി, 92 കോടി, 141 കോടി, 172 കോടി. ആൻഡ് OPM ഈസ് കൺസിസ്റ്റന്റ്ലി അറൌണ്ട് 40 ആണ്. 41, 45, 38. നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് 94 നിന്നും 124 crores ആയിട്ട് കഴിഞ്ഞ കൊല്ലം കുതിച്ചുയർന്നു. ബാലൻസ് ഷീറ്റ്. റിസർവ് 564 കോടി ഓൾമോസ്റ്റ് ഡബിൾ ആയി ശരിക്കും ഒറ്റ കൊല്ലം കൊണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്. ബോറോയിങ് ഈസ് നെഗ്ലിജിബിൾ, ഒന്നുമില്ലെന്ന് വേണം പറയാം. ആൻഡ് ഫിക്സഡ് അസറ്റ് 47 കോടിയിൽ നിന്ന് 112 കോടിയായി ശരിക്കും. അതർ ലൈബിലിറ്റി 123 നിന്ന് 265 കോടി. അതർ അസറ്റ് 642 നിന്ന് 1266 ആയി. ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ സ്റ്റോക്കുകളെ വാലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ട്രേഡ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ശരിക്കും. ഇതിൻ്റെ അകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു സേ ഇല്ല. നിങ്ങൾ ധാരാളം സ്റ്റോക്ക് വാലിസ്റ്റിൽ പെടുത്തുമ്പോൾ ഇതും കൂടെ പെടുത്തു. തീർച്ചയായും ഈ സ്റ്റോക്കുകളെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. പഠനമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ Eqtfx ട്രെൻഡ്സിൽ തീർച്ചയായും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ബട്ടൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.